ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. മുട്ടിച്ചാർ എന്ന് പറയും. കുറേ ആൾക്കാർക്ക് അറിയാം, ഇതൊരു പഴയ റെസിപ്പിയാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ കാണാറില്ല ഈ റെസിപ്പി. കല്യാണത്തിൻ്റെയൊക്കെ തലേന്നാണ് ഈ റെസിപ്പി ആക്ച്വലി ഈ ഒരു ഡിഷ് ഉണ്ടാവാറ്. അപ്പോൾ തലേന്ന് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു വലിയ പോത്തിനെയൊക്കെ ആയിരിക്കുമല്ലോ മുറിക്കണേ. അങ്ങനെയാണ് ഇങ്ങനൊരു റെസിപ്പി, അതിൻ്റെയൊക്കെ എല്ലും കാലിൻ്റെ എല്ലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കാലിൻ്റെ പീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാലിൻ്റെ പീസ് അല്ലെങ്കിൽ റിബ്സോ അങ്ങനെ ഏത് പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കണ്ടോ മജ്ജയുണ്ട്. ഓക്കെ, ഈ മജ്ജയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ആക്ച്വലി ഭയങ്കര ഹെൽത്തിയാണ്. പണ്ടത്തെ ആൾക്കാരുടെ ഹെൽത്തിൻ്റെ രഹസ്യവും ചിലപ്പോൾ ഈ മജ്ജയൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പ് പോലെ അല്ലേ. അപ്പോൾ ഇത് ഭയങ്കര റിച്ചാണ് ശരിക്കും. അങ്ങനെ നെയ്യൊക്കെ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ആൾക്കാരിത് ഇടാത്തത്. അപ്പോൾ നമുക്കിതൊന്ന് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കുറേ നേരം വെള്ളത്തിലിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 10 കഷ്ണത്തോളം ചെറിയ കഷ്ണം പട്ട, 1-2 തക്കോലം, 3-4 കഷ്ണം പീസ് ഗ്രാമ്പൂ, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 5-6 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇത് നമുക്ക് നന്നായി ഒരു 8-10 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് മല്ലിയില. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് വേവിക്കാനായിട്ട്. ഇനിയിപ്പോൾ അടച്ചു വെച്ച് ഒരു 10-12 വിസിൽ കേട്ടോട്ടെ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കണം കേട്ടോ. വെള്ളം ഇതിൽ നിന്ന് വരും, പക്ഷേ നമുക്കിത് കുറച്ചും കൂടി ചാറ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ഹാഫായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കേ. മല്ലിപ്പൊടി ഇടുമ്പോൾ നല്ല മണമുള്ള നല്ല ഫ്രഷ് മല്ലിപ്പൊടി ഇടണം കേട്ടോ, എന്നാലാണ് ആ കറിക്ക് ആ ടേസ്റ്റ് വരുള്ളൂ. ഇതൊന്ന് വേവുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മിക്സ് നമുക്ക് റെഡിയാക്കാം. പഴയ രീതി അനുസരിച്ച് പച്ചത്തേങ്ങ അരച്ചാണ് ഈ കറി വെച്ചുകൊണ്ടിരുന്നത്, മുട്ടിച്ചാറ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനൊരു ചേഞ്ച് വരുത്തി. ഇതിലേക്ക് ഞാൻ തേങ്ങ ഒന്ന് വറുത്തിട്ടാണ് ഇടുന്നത്. ചെറുതായിട്ട് വറുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ തേങ്ങ അരച്ച് വയ്ക്കുന്നത് പോലെ അത്രയും അങ്ങോട്ട് വറുക്കുന്നില്ല, എന്നാൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ചപ്പാത്തി, അതുപോലെ അങ്ങനെ കറിക്കൊക്കെ അപ്പത്തിനൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് മാച്ചായി പോയിക്കോളും. മറ്റേതെന്ന് വെച്ചാൽ ചോറിന് മാത്രം ഒഴിച്ചു കൂട്ടുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ തക്കാളിച്ചാറ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഇത്. തക്കാളിച്ചാറെന്നല്ല, അതിനില്ല, റിച്ചാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ 2-3 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും വേപ്പിലയും ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നുവെച്ചാൽ പച്ചക്കുരുമുളകാണ് അല്ലേ, പൊടിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പൈസിനെസ് അധികം കിട്ടില്ലായിരിക്കും. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാമല്ലോ. ഒരു 4-5 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പോഴേക്കും ഞാൻ ചട്ടിയിലാണ് ഇത് നമ്മൾ വെക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പം ഞാൻ വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോഴേക്കും ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുക വരും ചട്ടിയിൽ നിന്ന്. അപ്പോൾ ഇതിലേക്ക് ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞാണ് എടുത്തേക്കുന്നത്, ചതച്ചല്ല എടുത്തേക്കുന്നത്.
ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇതിൽ നമ്മൾ ഉള്ളി വേണം, മസ്റ്റായിട്ട് നമ്മൾ ഉള്ളി വേണം ഇതിലേക്ക് എടുക്കാൻ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഞാൻ 1 കപ്പോളം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മുടെ അരപ്പ് നന്നായി അരച്ചെടുക്കണം കേട്ടോ, നന്നായി അരച്ചെടുക്കണം, മഷി പോലെ അരച്ചെടുക്കണം. ഞാനൊരു 4-5 പച്ചമുളകും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമ്മൾ എല്ലാ സ്റ്റേജിലും കറിവേപ്പില ആഡ് ചെയ്യും. ഉള്ളിയും കറിവേപ്പിലയൊക്കെ ആ നല്ല മൂത്ത മണം വരട്ടെ കേട്ടോ. അധികം അങ്ങോട്ട് തീ കൂട്ടി വയ്ക്കാതെ ആ ഒരു മൂത്ത മണം വന്നു കഴിയുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് വരും. നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാനൊരു 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ തന്നെ, ഒരു കുറച്ച് കുറവ് 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരയ്ക്കാൻ നേരത്ത് മുളക് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, പൊടികളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അരപ്പിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തത്. മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇതിൽ. കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റിലും നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ആ സൂപ്പ് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ആ ഒരു ഉള്ളിക്കൊക്കെ നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടട്ടെ. ഇനി നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ആ ഒരു മണമൊക്കെ നന്നായി വന്നതിന് ശേഷം ഞാൻ അരപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് നല്ല മൂത്ത് നല്ല മണം വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ടിയും ചാറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ചെറിയ തീയിലൊന്ന് തിളച്ച് ഒന്ന് പറ്റട്ടെ. അപ്പോൾ ഒരു വെറൈറ്റി മുട്ടിച്ചാറല്ലേ ഇത്. അപ്പോൾ ഇതാകുമ്പോഴേക്കും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ മജ്ജയൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കാലുവേദന, കൈവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. പണ്ടുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിലും കാണാം. താങ്ക്സ് യു. ബൈ.